ശബരിമല അയ്യപ്പന് ആളെ കൂട്ടേണ്ട ഒരു ആവശ്യമില്ല, ആളെ ലോകം മുഴുവൻ പ്രചരണം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വന്നോളും. എല്ലാ വർഷവും അവിടുത്തെ അയ്യപ്പന്മാരുടെ ആ സംഖ്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അധികം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിനൊരു പബ്ലിസിറ്റിക്ക് ആവശ്യമില്ല. ദൈവവിശ്വാസം ഇല്ലാത്തൊരു ദേവസ്വം ബോർഡിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ പണം അടിച്ചു മാറ്റാനൊക്കെ അവർക്ക് തോന്നും. കാരണം അവർക്ക് തീർച്ചയായിട്ടും അതൊരു പാപമല്ല എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് ഈശ്വരവിശ്വാസിയായ ഒരാളെ, അയ്യപ്പനെ തൊഴുന്ന ഒരാളെ വേണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുക. അയ്യപ്പ സംഗമത്തിന് എന്തിനാണ് ശബരിമല അയ്യപ്പൻ്റെ ഭക്തി? നമ്മളെല്ലാവരും അവിടെ പോകുന്നവരാണ്, അവിടെ പൂജിക്കുന്നവരാണ്. ആ ഭക്തിയുടെ നിറവിൽ ദക്ഷിണേന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നവരാണ്. അവർ കാണിക്ക ഇടുന്നവരാണ്. അവരെന്തും ശബരിമല അയ്യപ്പന് കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നവരാണ്. അവിടെ എന്തിനാണ് ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ട ഒരു ആവശ്യം? ആൾ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സർക്കാർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. 3 കോടി ചെലവിലാണ് ആ ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് കൺസ്ട്രക്ഷൻ ട്രാവൻകൂർ, അവർക്ക് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി 3 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തത്. ശബരിമല അയ്യപ്പന് ആളെ കൂട്ടേണ്ട ഒരു ആവശ്യമില്ല, ആളെ ലോകം മുഴുവൻ പ്രചരണം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വന്നോളും. എല്ലാ വർഷവും അവിടുത്തെ അയ്യപ്പന്മാരുടെ ആ സംഖ്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അധികം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിനൊരു പബ്ലിസിറ്റിക്ക് ആവശ്യമില്ല. അവിടെ നടവരവ് അല്ലെങ്കിൽ അയ്യപ്പ ആ ശബരിമല ക്ഷേത്രത്തിലെ വരവ് എല്ലാ വർഷവും കൂടി വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. കാരണം ജനങ്ങൾ വന്നോളും, ഭക്തജനങ്ങൾ വന്നോളും, അയ്യപ്പനെ വണങ്ങിക്കോളും. അവർക്ക് ജീവിതത്തിൽ കിട്ടിയതെല്ലാം സമർപ്പിച്ചിട്ട് അവർ പോകുകയും ചെയ്യും. അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് ഒരു പ്രാധാന്യമില്ലായിരുന്നു. അതിനുവേണ്ടി 3 കോടി രൂപ ചിലവാക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലെയും ജീവനക്കാർക്ക് അവർ കഴകം മുതലുള്ള അടിച്ചുതളിക്കാരൻ മുതൽ കഴകം വരെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നാമമാത്രമായ ശമ്പളങ്ങളാണ് കൊടുക്കുന്നത്. എല്ലാവരും വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. ദേവസ്വത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും മിനിമമായ കൂലികളും മിനിമമായ ശമ്പളങ്ങളും കൊടുത്ത് വേണം അവരെ മുന്നോട്ട് അമ്പലങ്ങൾ മുഴുവൻ നമുക്ക് സംരക്ഷിക്കണം. അത് നമുക്ക് പൈതൃകമായിട്ട് വന്നു. 1250 അമ്പലമുണ്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ. അതുപോലെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുണ്ട്. അതുപോലെ തൃശ്ശൂർ വരുന്ന ദേവസ്വം ബോർഡിന് കീഴിലുണ്ട്. അപ്പോൾ അങ്ങനെ അവിടങ്ങളിലുള്ള എല്ലാവർക്കും പൊതുവായ ഒരു ശമ്പള പരിഷ്കരണം നടത്തണം. അതുങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടണം. അമ്പലത്തിലെ വരുമാനം അങ്ങനെ ഉപയോഗിക്കണം. ഗവൺമെൻറ് ആ പണം തൊടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. അത് തൊടുന്നില്ല എന്നാ തോന്നുന്ന അറിയില്ല. എങ്കിലും അവിടെ ഭക്തിയുള്ള ഒരു രാഷ്ട്രീയക്കാരനെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നിരീശ്വരവാദികളെ ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ അല്ലെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള ആൾക്കാരെ ദേവസ്വം ബോർഡിലെ അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടിരുത്തുന്നത് നല്ലതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവവിശ്വാസമുള്ളവർ മാത്രം അവിടെ വരട്ടെ, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവുള്ളൂ. ദൈവവിശ്വാസം ഇല്ലാത്തൊരു ദേവസ്വം ബോർഡിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ പണം അടിച്ചു മാറ്റാനൊക്കെ അവർക്ക് തോന്നും. കാരണം അവർക്ക് തീർച്ചയായിട്ടും അതൊരു പാപമല്ല എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് ഈശ്വരവിശ്വാസിയായ ഒരാളെ, അയ്യപ്പനെ തൊഴുന്ന ഒരാളെ വേണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കാൻ. എല്ലാ അമ്പലങ്ങളിലും പോയി ഭക്തിപൂർവ്വം അമ്പലത്തിലെ ആ ചടങ്ങുകൾ പങ്കെടുക്കുകയും അവിടുത്തെ വന്ദിക്കുകയും ദൈവവിശ്വാസമുള്ള ഒരാളെ തന്നെ നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കണം. അങ്ങനെ വേണം മുന്നോട്ട് പോകാനുള്ളത്. അതൊരു ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കീഴിൽ കൊണ്ടിരുന്നല്ല. ഹൈക്കോടതി മോണിറ്റർ ചെയ്തോട്ടെ, ഒരു IAS കാരനെ അവിടെ വെച്ചോളൂ. കാരണം ഒരു IAS അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് അവരാരും അറിയാതെ ഇത്ര ഗോപ്യമായ രീതിയിൽ ഒരു തട്ടിപ്പ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പരിച്ഛേദം അത് നിർത്തണം. അതിന് ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും അവിടെ വരണം. ഒരു പോലീസ് ഓഫീസർ, ഒരു സീനിയർ ADGP റാങ്കിലൊരാളും ശബരിമലയിലെ അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കാനും വേണം. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നിലവാരത്തിൽ IAS കാരും വേണം. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഓർണമെൻ്റൽ പോസ്റ്റായിട്ട് ആരെങ്കിലും വെച്ചോളൂ. പക്ഷേ അത് നല്ലതല്ല. ഈശ്വരവിശ്വാസിയായ ഒരാളെ തന്നെ അവിടെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ആക്കി വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം, പൊതുവായി ഈ കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് ആയാലും ശരി, അത് ക്രൈം ബ്രാഞ്ച് ആയാലും ലോക്കൽ പോലീസ് ആയാലും ശരി, 1998 മുതൽ ശബരിമല, അതിന് മുമ്പത്തെ കണക്കിലൊന്നും കാണത്തില്ല അവിടെ, അതിനുശേഷമുള്ള അവിടുത്തെ രജിസ്റ്ററുകൾ മുഴുവൻ പരിശോധിച്ചിട്ട്
അവിടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റ് എടുക്കണം. മറ്റൊന്ന്, അവിടെ ഇതുവരെ വന്നു ചേർന്നിരിക്കുന്ന ഡയമണ്ട്, സിൽവർ, ഗോൾഡ്, ഇതൊക്കെ എവിടെ പോയി, എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ വിറ്റഴിച്ചു, അല്ലെങ്കിൽ അവിടെ സ്റ്റോറിലുണ്ടോ, സ്ട്രോങ് റൂമിലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യം അടിയന്തരമായിട്ട് പരിശോധിക്കാൻ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ അദ്ദേഹത്തിനെ ഒരാളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ശബരിമലയുള്ള മുഴുവൻ സ്വത്തുക്കളും, സ്വർണം പൂശിയതുൾപ്പെടെ എല്ലാ സ്വത്തുക്കളെപ്പറ്റി ആധികാരികമായ രേഖ ഇനിയെങ്കിലും ഉണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം.